Accountancy, Chapter 2, Accounting for Partnership, Basic Concepts. Problem related with preparation of Profit and Loss Appropriation Account. Profit and Loss Appropriation Account problems ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മീനിങ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഫോർമാറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. Profit and Loss Appropriation Account. Profit and Loss Appropriation Account in partnership is an extension of the Profit and Loss Account. അതായത് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റൻഷൻ ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നീട്ടിയെടുക്കുക. അതായത് നമുക്കറിയാം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞാൽ അടുത്തത് എഴുതുന്നത് ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുകൊണ്ടാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ എക്സ്റ്റൻഷൻ ആണെന്ന് പറയുന്നത്. ആൻഡ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ഹൗ നെറ്റ് പ്രോഫിറ്റ് ഹാസ് ബിൻ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പാർട്ട്നേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ഷെയർ ഓഫ് നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ദിസ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആൻഡ് ഡെബിറ്റഡ് വിത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി ആൻഡ് കമ്മീഷൻ ടു പാർട്ട്നേഴ്സ്. ഇനി ഇതിൽ എൻറ്റർ ചെയ്യുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? ക്രെഡിറ്റ് ചെയ്യുന്നത് ഏതാണ്? ഡെബിറ്റ് ചെയ്യുന്നത് ഏതാണ്? അതിനെക്കുറിച്ചാണ് ഈ സെൻറ്റൻസിൽ പറഞ്ഞത്. അത് നമുക്ക് ഫോർമാറ്റ് നോക്കുമ്പോൾ പറയാം. However, if the profit and loss account shows a net loss, it would be transferred to debit side of the appropriation account. അതും ഫോർമാറ്റിൽ പറഞ്ഞു തരാം. ആഫ്റ്റർ ദീസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഹാവ് ബീൻ മേഡ്, എനി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഷാൽ ബി ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട് ആസ് ദ കേസ് മേ ബി ഇൻ ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഈ നെറ്റ് പ്രോഫിറ്റ് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ഒന്നുകിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിലേക്ക്. എപ്പോഴാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നമുക്കറിയാം ഫ്ലക്ച്വേറ്റിംഗ് അനുസരിച്ച് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും എഴുതേണ്ടത് ഏത് അക്കൗണ്ടിലാണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും എഴുതേണ്ടത് പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിലാണ്. അതുകൊണ്ടാണ് ഈ നെറ്റ് പ്രോഫിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കറൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫോർമാറ്റിലേക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. ആദ്യം എഴുതേണ്ടത് ഏതായിരിക്കണം? ഫോർമാറ്റ് വരച്ചു കഴിഞ്ഞാൽ ആദ്യം എഴുതേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കണം. ആ നെറ്റ് പ്രോഫിറ്റിനെ എന്താണ് വിളിക്കുക? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ്. ബിഫോർ എന്ന് പറയാൻ എന്താ കാരണം? ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ പാർട്ട്നേഴ്സ് സാലറിയോ പാർട്ട്നേഴ്സ് കമ്മീഷനോ ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാതെയുള്ള നെറ്റ് പ്രോഫിറ്റാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും തരാം, ചിലപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റ് ഇവിടെ എമൗണ്ട് എഴുതും. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലോസ് ആണ് വരുന്നതെങ്കിൽ ഏത് സൈഡിൽ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എഴുതണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെറ്റ് ലോസ് എന്ന് പറയും. അതിനുശേഷം ഡെബിറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഫേമിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ടാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത് എക്സ്പെൻസസ് ആണ്. ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, റിസർവ്സിലേക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ അത് എഴുതിയിരിക്കണം. ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത് ഏതായിരിക്കണം? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതിനുശേഷം ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ എവിടെ എഴുതും? ഡെബിറ്റ് സൈഡിൽ എഴുതും. അതെവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കറൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് എഴുതും? ക്യാപിറ്റൽ അക്കൗണ്ട്. അവിടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണെന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യും. പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലോസ് ആണെങ്കിൽ നമ്മൾ എവിടെ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ക്യാപിറ്റൽ അക്കൗണ്ട് ഷെയർ ഓഫ് ലോസ് എഴുതും. രണ്ട് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കാണിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ ആദ്യം എഴുതേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കണം. അത് പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു, ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ഇനി ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടത് ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, റിസർവ്, ട്രാൻസ്ഫർ. അപ്പോൾ ഈ ഫോർമാറ്റ് ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കുക. ഡെബിറ്റ് ചെയ്യേണ്ടത് ഏതാണ്, ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഏതാണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അതിനുശേഷം പ്രോബ്ലം ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം.
Question number 6. Preparation of profit and loss appropriation account and fluctuating capital accounts. ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് നോക്കുക. അതിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അതറിഞ്ഞാലേ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലും ക്യാപിറ്റൽ അക്കൗണ്ടിലും ഐറ്റംസ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെയും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെയും ഫോർമാറ്റ് ഓർമ്മ വരണം. ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെയാണ് എഴുതേണ്ടത്, ക്രെഡിറ്റ് സൈഡിൽ ഏതൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രോബ്ലം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളോട് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ്. അപ്പോൾ ഇവിടെ 2 അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം 2 മെത്തേഡ് ഉണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഉണ്ട്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഉണ്ട്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഏത് മെത്തേഡ് ആയിരിക്കണം? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആയിരിക്കണം. ഇവിടെ നമ്മളോട് ഹെഡിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏത് മെത്തേഡ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. നമുക്കറിയാം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് ഒരു അക്കൗണ്ടാണ് വരയ്ക്കേണ്ടത്. ഏതാണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നമുക്കിവിടെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും വരയ്ക്കാം. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാം. അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്കറിയാം 2 എമൗണ്ടുകളാണ് കൊടുക്കേണ്ടത്. കാരണം 2 പാർട്ട്നേഴ്സാണ് വരുന്നത്, അശോക് ആൻഡ് ബിമൽ. അപ്പോൾ 2 എമൗണ്ടുകളും കൊടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ 1 എമൗണ്ടുകളുള്ളൂ. അതേസമയം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ 2 എമൗണ്ടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫേമിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ടാണ് ചിന്തിക്കേണ്ടത്. ഫേമിൻ്റെ ഭാഗത്തുനിന്ന് ഫേം എന്തിനു വേണ്ടിയിട്ടാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ഫേമിൻ്റെ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണുള്ളൂ. അതുകൊണ്ട് ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, സാലറി ഇതൊന്നും സെപ്പറേറ്റ് എമൗണ്ട് കോളത്തിൽ കൊടുക്കേണ്ട കാര്യമില്ല. 2 പേര് എമൗണ്ട് കോളം കൊടുക്കേണ്ട കാര്യമില്ല. എഴുതുമ്പോൾ എങ്ങനെ എഴുതിയാൽ മതി? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് എഴുതുമ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എമൗണ്ട് കോളത്തിൽ എഴുതാം. സാലറി എഴുതുമ്പോൾ ടോട്ടൽ സാലറി എഴുതാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതുമ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതാം. ലാസ്റ്റാണ് അവർ ഷെയർ ഓഫ് പ്രോഫിറ്റിനെ 2 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും സെപ്പറേറ്റ് എമൗണ്ട് കോളത്തിൽ എഴുതേണ്ട കാര്യമില്ല. ഒറ്റ എമൗണ്ടേ എഴുതുണ്ടോ. അതുകൊണ്ടാണ് 1 എമൗണ്ട് കോളം കൊടുത്താൽ മതി എന്ന് പറയുന്നത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പാർട്ട്നേഴ്സിൻ്റെ ക്ലോസിംഗ് ക്യാപിറ്റലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ക്യാപിറ്റൽ എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. അതറിഞ്ഞാലേ ബാലൻസ് ഷീറ്റിൽ 2 പേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അത്രയും എമൗണ്ടുകളും പ്രൊവൈഡ് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചു, ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചു. ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചിരിക്കുന്നത് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡാണ്. അതുകൊണ്ട് എല്ലാ എമൗണ്ടുകളും പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷനും എഴുതേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ആയിരിക്കണം. ഇനി നമുക്ക് പ്രോബ്ലം എടുക്കാം. ഓരോ സെൻറ്റൻസും വായിക്കുമ്പോഴും കാണുന്ന ഐറ്റംസ് അതാത് അക്കൗണ്ടിലേക്ക് എഴുതാം. അതല്ലാതെ ആദ്യം അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എഴുതി പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതി അങ്ങനെ ചെയ്യാൻ നിൽക്കേണ്ട. ഓരോ ഐറ്റം അതാത് അക്കൗണ്ടിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ ഇത് വായിക്കുമ്പോൾ ഫോർമാറ്റാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. അശോക് ആൻഡ് ബിമൽ സ്റ്റാർട്ടഡ് ബിസിനസ് ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ക്യാപിറ്റൽസ് ₹20,000 ആൻഡ് ₹15,000 റെസ്പെക്റ്റീവ്ലി ഓൺ 1st January 2003. ഇവിടെ ഇയറൊക്കെ തന്നിരിക്കുന്നത് വളരെ പഴയതാണ്. പഴയ ടെക്സ്റ്റ് ആയതുകൊണ്ടാണ് 2003 എന്നൊക്കെ തന്നിരിക്കുന്നത്. നമുക്ക് സാധാരണ എക്സാമിനൊക്കെ വരുമ്പോൾ 2018, 19 അങ്ങനെയൊക്കെയാണ് തരാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2 പാർട്ട്നേഴ്സാണ് വരുന്നത്. ആരൊക്കെയാണ്? അശോക് ആൻഡ് ബിമൽ. അവരുടെ ക്യാപിറ്റലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എത്രയാണ് അവരുടെ ക്യാപിറ്റൽ? 20,000 ആൻഡ് 15,000. അപ്പോൾ അശോകിൻ്റെ ക്യാപിറ്റൽ 20,000, ബിമലിൻ്റെ ക്യാപിറ്റൽ 15,000. അപ്പോൾ നമുക്കത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഈ വർഷം. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതേണ്ടത് എങ്ങനെയായിരിക്കണം? ബാലൻസ് ബ്രോഡ് ഡൗൺ എന്നല്ല, ബാങ്ക് എന്നായിരിക്കണം. ബാങ്ക് ഓർ ക്യാഷ്. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താ? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ബാങ്ക് ഓർ ക്യാഷ് എന്ന് എഴുതാം. 2 പേരെയും കോളത്തിൽ എഴുതാം.
അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് അശോക് 20,000, ബിമൽ 15,000. They agreed to share profits and losses in the ratio 3:2. നമുക്കറിയാം ഈ റേഷ്യോൻ്റെ ആവശ്യം വരുന്നത് എപ്പോഴാണ്? നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. എവിടെയുള്ള നെറ്റ് പ്രോഫിറ്റാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കണം ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ റേഷ്യോൻ്റെ ആവശ്യം വരുന്നത് എപ്പോഴാണ്? അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴാണ്. അപ്പോൾ നമുക്കിപ്പോൾ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. For the year ending 31st December 2003, the firm earned a profit of ₹6,000 before adjusting the following. അപ്പോൾ ഇവിടെ തന്നേക്കുന്നത് ശ്രദ്ധിച്ചോ, ഇവിടെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 6,000 ആണ്. അതിനെ തുടർന്ന് എഴുതിക്കണമെന്ന് നോക്കിയാൽ ബിഫോർ അഡ്ജസ്റ്റിംഗ് ദ ഫോളോയിങ് എന്നാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റാണ്. അതിന് നമ്മൾ എന്ത് വിളിക്കുക? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻ്റ് ആണോ ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻ്റ് ആണോ എന്ന് നോക്കണം. ബിഫോർ അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അതേത് പ്രോഫിറ്റാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റാണ്. ഈ നെറ്റ് പ്രോഫിറ്റാണ് നമ്മൾ അവിടെ എഴുതേണ്ടത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ഫസ്റ്റ് ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് 6,000. ഇനി ഇവിടെ കിട്ടുന്നത് നെറ്റ് ലോസ് ആയിരുന്നെങ്കിൽ അതെവിടെ എഴുതണമായിരുന്നു? ഡെബിറ്റ് സൈഡിലാണ് എഴുതാം. ഇവിടെ കിട്ടിയിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റാണ്. ഇനി നമുക്ക് ഇതിൽ ഡെബിറ്റിൽ എഴുതേണ്ടതും ക്രെഡിറ്റിൽ എഴുതേണ്ട ഐറ്റംസ് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നിർബന്ധമായും അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി ഐറ്റത്തിലേക്ക് കിടക്കാം. ഏതൊക്കെ ഐറ്റംസാണ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ @ 5% പെർ ആനം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏത് എമൗണ്ടുകളാണ്? ഓപ്പണിംഗ് ക്യാപിറ്റലിലാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഏത് സൈഡിലാണ് എഴുതാൻ പഠിച്ചിരിക്കുന്നത്? ഡെബിറ്റ് സൈഡിൽ. കാരണം എക്സ്പെൻസസ് ആണ്. അപ്പോൾ അത് എഴുതുമ്പോൾ രണ്ട് പേർക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നുണ്ടെങ്കിലും എമൗണ്ട് കോളത്തിൽ എഴുതുമ്പോൾ രണ്ട് പേരുടെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടോട്ടൽ ചെയ്തിട്ട് എഴുതിയാൽ മതി. സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ട കാര്യമില്ല. ഇന്നർ കോളത്തിൽ നമുക്കറിയാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ എത്രയാണ് അവരുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ? അശോക് 20,000, ബിമൽ 15,000. അപ്പോൾ ഇവിടെ എത്രയാണ്? അശോകിൻ്റെ 20,000 × 5% എത്രയാണ്? 1,000. രണ്ടാമത്തെ ആളുടെ 15,000 × 5% 750. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എങ്ങനെ എഴുതാം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതി അശോക് 1,000, ബിമൽ 750. ടോട്ടൽ എത്രയാണ്? 1,750. നെക്സ്റ്റ് വൺ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അശോക് 75, ബിമൽ 50. എവിടെ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അശോക് 75, ബിമൽ 50. ടോട്ടൽ 125. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിൻ്റെ താഴെ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ ഐറ്റം അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും എൻ്റർ ചെയ്യാം. ഇവിടെ നമ്മൾ 2 ഐറ്റം എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് ആ 2 ഐറ്റം എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യണം നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര? 2 പേര് കണ്ടുപിടിച്ചല്ലോ. നമുക്കറിയാം പാർട്ട്നേഴ്സിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ടാണ് ചിന്തിക്കേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പാർട്ട്നേഴ്സിന് കിട്ടാനുള്ളതൊക്കെ ക്രെഡിറ്റ് സൈഡിൽ എഴുതും, പാർട്ട്നേഴ്സ് ഫേമിന് കൊടുക്കാനുള്ളത് ഡെബിറ്റ് സൈഡിൽ എഴുതും. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സിന് കിട്ടേണ്ടതാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏത് സൈഡിൽ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ക്രെഡിറ്റ് സൈഡിൽ അശോകൻ്റെ കോളത്തിൽ 1,000, ഭീമലിൻ്റെ കോളത്തിൽ 750. ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അത് നമുക്കറിയാം പാർട്ട്നേഴ്സ് ഫേമിന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതാം. ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അശോക് 75, ബിമൽ 50. നെക്സ്റ്റ് വൺ സാലറി ടു ബിമൽ ₹1,500. ഇവിടെ സാലറി ബിമലിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഫേമിന് അത് എക്സ്പെൻസസ് ആയതുകൊണ്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതണം. പാർട്ട്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന എമൗണ്ട് ആയ കാരണം കൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ബിമൽ സാലറി, അവിടെ ബിമൽ സാലറി എന്ന് പ്രത്യേകം എടുത്തു പറയണം, കാരണം ഒരാൾക്കേ കൊടുക്കുന്നുള്ളൂ. 1,500.
ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ആരുടെ കോളത്തിലായിരിക്കണം? ബിമലിൻ്റെ കോളത്തിലായിരിക്കണം. 1500. നെക്സ്റ്റ് വൺ, ഡ്യൂറിങ് ദ ഇയർ അശോക് വിഡ്രൂ ₹3,500 ആൻഡ് ബിമൽ വിഡ്രൂ ₹2,500. അപ്പോൾ നമുക്കറിയാം ഇത് ഏതാണ്? ഡ്രോയിങ്സ് ആണ്. പെർമനൻറ്റ് വിഡ്രോവൽ ആണെങ്കിൽ നമുക്ക് ഔട്ട് ഓഫ് ക്യാപിറ്റലിനോ ഫ്രം ക്യാപിറ്റലിനോ തന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ വിഡ്രൂ എന്ന് പറഞ്ഞ് വെറുതെ ജസ്റ്റ് ഒന്ന് തരാണെങ്കിൽ അതിനെപ്പോഴും ഡ്രോയിങ്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഡ്രോയിങ്സ് എഴുതേണ്ടത് എവിടെയാണ്? ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. ക്യാപിറ്റലും ഡ്രോയിങ്സ് ഒരിക്കലും അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ് അശോക് 3,500, ബിമൽ 2,500. അപ്പോൾ ഇവിടെ തന്ന ഐറ്റംസ് രണ്ട് അക്കൗണ്ടിലും എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ട് അക്കൗണ്ടുകളും ബാലൻസ് ചെയ്യണം. ആദ്യം ഏത് അക്കൗണ്ട് ആയിരിക്കണം ബാലൻസ് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആയിരിക്കണം. കാരണം ക്യാപിറ്റൽ അക്കൗണ്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ ഏത് ഐറ്റം കൂടി കാണിക്കണം? ഷെയർ ഓഫ് നെറ്റ് പ്രോഫിറ്റ് കാണിക്കണം. അത് കിട്ടണമെങ്കിൽ അത് കിട്ടുന്നത് എവിടെ നിന്നാണ്? അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ആദ്യം അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടാം? 6,125. അതിൽ നിന്നും എന്ത് ചെയ്യണം? ഇവിടെ വന്നിരിക്കുന്ന എക്സ്പെൻസസ് രണ്ട് ഐറ്റമേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ബിമൽ സാലറി. അത് രണ്ടും മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നെറ്റ് പ്രോഫിറ്റ്? 2,875. അപ്പോൾ ഇതിൻ്റെ ടോട്ടലിന് മുകളിലായിട്ട് ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് എഴുതി. അതിനുശേഷം അതിൻ്റെ ഡിവിഷൻ ഇന്നർ കോളത്തിൽ കാണിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ ഡിവിഷൻ കാണിച്ചിരിക്കണമെന്ന് നോക്കിയൊക്കെ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ ഇങ്ങനെ സെൻറ്റൻസ് ആയിട്ട് എഴുതണമെന്നില്ല. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എഴുതണമെന്നില്ല. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എഴുതിയാലും മതി. എന്നിട്ട് അതിൻ്റെ താഴെ അശോകിൻ്റെയും ബിമലിൻ്റെയും നെറ്റ് പ്രോഫിറ്റ് സെപ്പറേറ്റ് ആയിട്ട് കാണണം. അവരുടെ റേഷ്യോ പറഞ്ഞിരുന്നല്ലോ 3:2. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? 2,875 ഇൻറ്റു 3/5. അപ്പോൾ അശോകൻ്റെ നെറ്റ് പ്രോഫിറ്റ് കിട്ടി 1,725. ഇനി രണ്ടാമത്തെ ആളുടെ 2,875 ഇൻറ്റു 2/5 1,150. അതിവിടെ ഇന്നർ കോളത്തിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ടോട്ടൽ തന്നേക്കണം കണ്ടോ? അതിൻ്റെ മുകളിലായിട്ടായിരിക്കണം ഇവിടെ ഡിവിഷൻ കാണിക്കേണ്ടത്. അല്ലാതെ ടോട്ടലിന് താഴെയുള്ള സ്ഥലത്തല്ല ഡിവിഷൻ കാണിക്കേണ്ടത്. ടോട്ടലിന് മുകളിലായിട്ട് ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് എഴുതാം. അതിന് പാരലായിട്ട് ഇന്നർ കോളത്തിൽ ഡിവിഷൻ കാണിക്കാം. അപ്പോൾ ഫേമിന് കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 2,875. ഇവിടെ ഓരോരുത്തർക്കും കിട്ടിയത് എഴുതി. അതിന് എവിടെ എഴുതണം? അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതണം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏത് സൈഡിൽ എഴുതാം? പാർട്ട്നേഴ്സിന് കിട്ടാനുള്ള എമൗണ്ട് അല്ലേ? അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം 1,725, 1,150. അപ്പോൾ ഇനി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം അശോകിൻ്റെ ഇതെടുക്കുക. അശോകിൻ്റെ കോളം ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് 22,725. അതിൽ ഡെബിറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. അപ്പോൾ അത് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബാലൻസ് എത്രയാണ്? 19,150. അപ്പോൾ അശോകിൻ്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ 19,150. അത് കഴിഞ്ഞാൽ ബിമലിൻ്റെ ചെയ്യാം. ബിമലിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് 18,400. അതിൽ നിന്ന് ലെസ് ചെയ്യേണ്ടത് ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ എത്ര കിട്ടും? 15,850. അപ്പോൾ ബിമലിൻ്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 15,850. അപ്പോൾ ഇവിടെ രണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് എഴുതുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഫൈനൽ അക്കൗണ്ട് കംപ്ലീറ്റ് ആയിട്ടല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. ഏതൊക്കെയാണ്? അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ട ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എല്ലാ ഐറ്റം എഴുതിയതിന് ശേഷം രണ്ട് പേർക്കായി ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം എഴുതേണ്ടത് ഏതായിരിക്കണം? ക്രെഡിറ്റ് സൈഡിൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് ആയിരിക്കണം. നെറ്റ് ലോസ് ആണെങ്കിൽ ഇവിടെ ഡെബിറ്റ് സൈഡ് നെറ്റ് ലോസ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് എഴുതാം. അതിനുശേഷം എല്ലാ എക്സ്പെൻസും എനിക്ക് എഴുതാം. കഴിയുമ്പോൾ കിട്ടുന്നത് ഏതാണ്? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. അതെവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കറൻറ്റ് അക്കൗണ്ടിലേക്ക്. ഈ പ്രോബ്ലത്തിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് അക്കൗണ്ടിലേക്കാണ്? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ്. കാരണം ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലം ചെയ്തത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.